ഗൈസ് വെൽക്കം ബാക്ക് ടു ഓർ ആർട്ട്. അപ്പം നമ്മൾ ലോങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് കുറച്ചായി. വേറൊന്നുമല്ല, കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ നമ്മൾ ഗീവ് അവേക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ്സും അതൊന്നും തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, എൻ്റെ ഫോൺ ചെറുതായിട്ട് മിസ്സായിട്ടുണ്ടായിരുന്നു. 1 മാസത്തോളമായി ഫോൺ പോയിട്ട്. അതുകൊണ്ട് തന്നെ ഫോണില്ലാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാനും വീഡിയോ എടുക്കാനും ഒന്നും പറ്റാറില്ല. അച്ഛൻ്റെ ഫോണിലാണ് ഇപ്പം തൽക്കാലം ഒന്ന് വീഡിയോ എടുത്ത് പോണത്. അപ്പോൾ അച്ഛൻ്റെ ഫോൺ ഫ്രീ ആകുമ്പോൾ മാത്രമേ എനിക്ക് കിട്ടാറുള്ളൂ. അതൊക്കെ കൊണ്ടാണ് വീഡിയോസ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് ലാഗൊക്കെ വന്നത്. അല്ല, ഈ ചേച്ചി ഗീവ് അവേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ബുക്കൊക്കെ എടുത്ത് വന്നിരിക്കണേന്നൊക്കെ കുറച്ച് പേരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. വേറൊന്നുമല്ല, ഗീവ് അവേ റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പൊ അതിനുവേണ്ടി കുറച്ച് സ്പേസ് ഒക്കെ വേണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഒരു ബുക്കൊക്കെ എടുത്ത് ജേർണലിംഗ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് 2 റൂൾസ് ആണ് ഉള്ളത്. ഒന്ന്, നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ സബ്സ്ക്രൈബറിന് കൊടുക്കുന്ന ഗിഫ്റ്റ് ആണല്ലോ. അപ്പൊ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടാമത്തെ റൂൾസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റിയൽ നെയിം ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ റൂൾസ് ഒക്കെ ഭയങ്കര സിമ്പിൾ അല്ലേ? അപ്പൊ എല്ലാവരും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്തോളൂ. റൂൾസ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആണ്. ചിലപ്പോൾ ഈ ഒരു ലക്കിൽ നിങ്ങൾക്ക് കിട്ടിയാലോ. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 3 പേർക്കാണ് പ്രൈസ് കൊടുക്കാൻ പോണത്. അതായത് ഫസ്റ്റ് പ്രൈസ് ഉണ്ടാവും, സെക്കൻഡ് പ്രൈസ് ഉണ്ടാവും, തേർഡ് പ്രൈസ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഗീവ് അവേയിൽ വന്നിട്ട് 3 വിന്നേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇനി ഗീവ് അവേ വിന്നേഴ്സിന് എന്തൊക്കെ ഗിഫ്റ്റാ കൊടുക്കണമെന്ന് നോക്കിയാലോ. അപ്പൊ ആദ്യം എന്റെ ഫസ്റ്റ് പ്രൈസ് വിന്നറിന് കൊടുക്കാൻ പോണത് ഈ ഒരു ക്യൂട്ട് ആയിട്ടുള്ള മണി ബോക്സ് ആണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്ര ഭംഗിയുണ്ടെന്ന്. ഈ ഒരു സംഭവം ചൂസ് ചെയ്യാൻ എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ചെറിയ കുട്ടികളാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളത് കൊടുക്കുമ്പോഴല്ലേ അവർക്കും ഹാപ്പി ആവുക. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം എടുത്തത്. അതിന്റെ ഇടയിൽ എനിക്ക് ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പൊ നമ്മൾ 22K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ബിഗ് താങ്ക് യു. നിങ്ങളുടെ ഓരോ ഇൻഡിവിജ്വലിന്റെ സപ്പോർട്ട് കാരണമാണ് നമ്മളിപ്പോൾ 22K അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാനലിൽ എന്തെങ്കിലുമൊക്കെ ഉയർച്ച താഴ്ച ഉണ്ടായിന്ന് വെച്ചാൽ അത് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഓരോ കുട്ടികളും എനിക്ക് ഒരുപോലെയാണ്. അല്ലാതെ ഒരാളോട് ഇഷ്ടമുണ്ട് ഒരാളോട് ഇഷ്ടമില്ല എന്ന് അങ്ങനെ ഒരു പ്രശ്നവുമില്ല. എല്ലാവരും എനിക്ക് ഒരുപോലെയാണ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് പ്രൈസ് വിന്നറിന്റെ ഗിഫ്റ്റ് ഒന്ന് നോക്കാം. സെക്കൻഡ് പ്രൈസ് വിന്നറിന്റെ ഗിഫ്റ്റിനെ പറ്റി പറയാന്ന് വെച്ചാൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കവായ് സ്റ്റിക്കേഴ്സ് ഒക്കെ ഗീവ് അവേ വെക്കുമെന്ന്. അഫ്കോഴ്സ് നമ്മൾ എന്തായാലും ഇപ്പൊ ഗീവ് അവേ വെച്ചിരിക്കുകയാണ്. ഇതിലാണെന്ന് വെച്ചാൽ കുറേ അധികം സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഒരു 1000+ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാവും. എല്ലാം നല്ല ക്യൂട്ട് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആണ്. ഇത്രയും ക്യൂട്ട് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ എടുത്താലോ എന്നൊക്കെ തോന്നാറുണ്ട്. സാരമില്ല, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് വാങ്ങിയൊരു സംഭവമാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് തന്നെ തരും. ഈ ഒരു ഗിഫ്റ്റ് കിട്ടുന്നവർക്ക് എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം ഇതിൽ കുറേ അധികം സ്റ്റിക്കേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനിയും ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. ഒന്നുമില്ല, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ പേരൊന്നും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ അതിന്റെ ഇടയിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഈ ഒരു യൂട്യൂബ് കണ്ടന്റ് എന്ന് പറയുന്നത് ഫ്രീ ടൈമിൽ ചെയ്യുന്ന ഒരു സംഭവമല്ല. ഞാൻ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് സമയം കണ്ടെത്തി ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു കണ്ടന്റ് ഒക്കെ. അതായത് എന്റെ എല്ലാ വീഡിയോസും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഇനി വരാൻ പോകുന്ന സബ്സ്ക്രൈബേഴ്സിനോടും ബിഗ് താങ്ക് യു. നിങ്ങൾ ഓരോ സബ്സ്ക്രൈബേഴ്സിനോടും എനിക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. അപ്പോഴേ പറഞ്ഞ പോലെ ഒരാളോട് ഇഷ്ടമുണ്ട് അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും എനിക്ക് ഒരുപോലെ തന്നെയാണ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് തേർഡ് പ്രൈസ് വിന്നറിന്റെ ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാം. ഇതും ഒരു അടിപൊളി ഗിഫ്റ്റ് തന്നെയാണ്. വേറൊന്നുമല്ല, 15 ഷെയ്ഡ്സ് വരുന്ന ഓയിൽ പേസ്റ്റേഴ്സിന്റെ ബോട്ട്സ് ആണ് കൊടുക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു പെൻസിലും പിന്നെ സ്ക്രാച്ച് ചെയ്യാൻ ഒരു സംഭവം കൂടെ കൊടുക്കുന്നുണ്ട്. അതിന്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല, അതാണ് ഞാൻ പറയാത്തത്. പിന്നെ വേറൊരു ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ 6 പേസ്റ്റൽ ഷെയ്ഡ്സ് വരുന്ന ഒരു ഫാബ്രിക് പെയിന്റ് ആണ് കൊടുക്കുന്നത്. ഇതിന്റെ ഷെയ്ഡ്സ് ഒക്കെ അടിപൊളിയാണ്, നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു സെറ്റ് ഞാൻ മുന്നേ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇത് എത്രമാത്രം ക്യൂട്ടാണ്, എത്ര രസമാണെന്നൊക്കെ. ഈ 6 പേസ്റ്റൽ ഷെയ്ഡ്സ് വന്നിട്ട് നമുക്ക് എവിടേക്ക് യൂസ് ചെയ്താലും നല്ല വൃത്തിക്ക് ക്യൂട്ടായിട്ട് കാണാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ തേർഡ് പ്രൈസ് വിന്നേഴ്സിന് എന്താ 2 ഗിഫ്റ്റ് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഒരു പേസ്റ്റൽ കളേഴ്സ് വരുന്ന 6 ഷെയ്ഡ്സിലുള്ള ആ ഒരു സംഭവം കൊടുത്താലോന്ന്. പിന്നെ ആലോചിച്ച് ഇത് ചെറുതാവില്ലേ, അവർക്ക് വിഷമാവും എന്നൊക്കെ. അപ്പൊ പിന്നെ സാരമില്ല, എന്തായാലും ചെറിയ ഗിഫ്റ്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഓയിൽ പേസ്റ്റേഴ്സും കൂടെ ആഡ് ചെയ്തു. അതാണ് സംഭവം. അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോണ ഗിഫ്റ്റ് ഒക്കെ. അപ്പൊ എല്ലാവരും ഇപ്പൊ തന്നെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. എല്ലാ ഗിഫ്റ്റും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. കളേഴ്സ് ആയാലും സ്റ്റിക്കേഴ്സ് ആയാലും പെയിന്റ്സ് ആയാലും മണി ബോട്ട്സ് ആയാലും എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പൊ പിന്നെ ഒന്നും നോക്കണ്ട, ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വേഗം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. ഈ ഒരു ലക്ക് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റത്തെ ഒരു ഗിവ് അവേയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പൊ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമായാലും ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട.